ശ്രീകണ്ഠൻ നായർ 14ാമത് നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ തുടക്കം കുറിച്ച് ഗവർണറുടെ നയപ്രഖ്യാപനം 1.5 മണിക്കൂർ കൊണ്ട് ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഗവർണർ. എൻകൗണ്ടർ ആരംഭിക്കുന്നു. ഞാൻ ശ്രീകണ്ഠൻ നായർ. എൻകൗണ്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ പ്രസംഗത്തിൽ ഉത്തരമുണ്ടെന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിനെ പഴിച്ചും സർക്കാർ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും വനിതാ മതിലിനെ വാഴ്ത്തിയും പ്രഖ്യാപനം. ശബരിമല വിഷയത്തിൽ സർക്കാർ കോടതി വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരെന്നും ഗവർണർ. അക്കമിട്ട് നിരത്തിയ നേട്ടങ്ങളുടെ പെരുമഴ. നയമില്ലാത്ത പ്രഖ്യാപനമെന്ന് രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സർക്കാർ തയ്യാറാക്കിയ രാഷ്ട്രീയ പ്രസംഗമാണിതെന്ന് ഗവർണർ വായിച്ചതെന്ന് പ്രതിപക്ഷ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് എൻകൗണ്ടറിൽ. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്നുണ്ടായി. ശബരിമല യുവതീ പ്രവേശനത്തിലും പ്രളയാനന്തര കേരള പുനർനിർമ്മാണത്തിലും സർക്കാരിനുള്ള പ്രതിബദ്ധത പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. 1.5 മണിക്കൂർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ സർക്കാരെന്ന് വിശദീകരിക്കാൻ ഗവർണർ എടുത്ത സമയം ഇത്രമാത്രം. സർക്കാരിന്റെ നേട്ടങ്ങൾ ഒന്നൊഴിയാതെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇടം കണ്ടു. കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യക്ഷമായും സംഘപരിവാറിനെതിരെ പരോക്ഷമായും വിമർശനം പ്രസംഗത്തിലുണ്ടായിരുന്നു. ജാതീയതയുടെയും വർഗീയതയുടെയും ഇരുണ്ട മേഘങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് പ്രതീക്ഷയുടെ ദീപനാളമാണ് കേരള സർക്കാർ എന്ന പ്രശംസയോടെയാണ് ഗവർണർ പ്രസംഗം തുടങ്ങിയത്. ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നത് സർക്കാരിന്റെ കർത്തവ്യമാണ്. വനിതാ മതിലിൽ 50 ലക്ഷത്തിലേറെ സ്ത്രീകൾ പങ്കാളിയായി എന്നത് സർക്കാർ നിലപാടിന് ആത്മവിശ്വാസമേകി. More than 50 lakh women gathered on the historic evening gives us faith and confidence in protecting and promoting the secular and progressive values that Kerala is known for. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നു. മത്സ്യത്തൊഴിലാളികളെയും മറ്റു രക്ഷാപ്രവർത്തകരെയും സാലറി ചലഞ്ചിൽ പങ്കാളിയായവരെയും നയപ്രഖ്യാപനം അഭിനന്ദിച്ചു. We are very proud of thousands of fishermen went out with their boats and saved more than 65,000 lives. ആഗോള ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹായം ലഭ്യമാക്കാൻ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടൂറിസം, IT മേഖലകളെ ഹർത്താലിൽ നിന്നൊഴിവാക്കും. നവകേരള നിർമ്മിതിക്ക് ഒന്നിച്ചു നിൽക്കാം എന്ന് ആഹ്വാനം ചെയ്താണ് ഗവർണറുടെ പ്രസംഗം അവസാനിച്ചത്. 24 തിരുവനന്തപുരം. നിയമസഭയിൽ ഗവർണർ ഇന്ന് നടത്തിയത് നയമില്ലാത്ത നയപ്രഖ്യാപന പ്രസംഗമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രളയാനന്തര പുനർനിർമ്മാണം അവതാളത്തിലായെന്നും ഇക്കാര്യത്തിൽ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നിയമസഭയിൽ സർക്കാർ ഗവർണറെ കൊണ്ട് രാഷ്ട്രീയ പ്രസംഗം വായിപ്പിച്ചുവെന്ന് BJP നേതാവ് MD രമേശും അഭിപ്രായപ്പെട്ടു. വ്യക്തമായ ഒരു പദ്ധതിയോ ദിശാബോധമോ ഇല്ലാത്ത ഒരു പ്രസംഗമാണ് ഗവർണറെ കൊണ്ട് ഇന്ന് നിയമസഭയിൽ നടത്തിച്ചത്. പ്രളയം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടും ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. ഗവർണറെ കൊണ്ട് നിയമസഭ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയിൽ, ജനാധിപത്യത്തിൻ്റെ വേദിയിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിപ്പിച്ചതിന് CPM നാളെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഈ ഗവൺമെൻറ് ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഇനി പരിപാടിയിൽ UDF നേതാവ് CP ജോൺ, CPIM നേതാവ് K വരദരാജൻ, കോൺഗ്രസിന്റെ ജ്യോതികുമാർ ചാമക്കാല, അതോടൊപ്പം K മുരളീധരൻ MLA ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ CPIM നേതാവ് K വരദരാജനിൽ തുടങ്ങുന്നു. ശ്രീ വരദരാജൻ, നയമില്ലാത്തൊരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ നടത്തിയതെന്നും അദ്ദേഹത്തെ കൊണ്ട് രാഷ്ട്രീയ പ്രസംഗം നടത്താൻ ഈ പിണറായി വിജയൻ നേതൃത്വമുള്ള മന്ത്രിസഭ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചെന്നുമാണ് പ്രതിപക്ഷം ഇന്ന് അഭിപ്രായപ്പെട്ടത്. ഇവരുടെ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, ഈ രണ്ട് പ്രതിപക്ഷ പാർട്ടികളും, കോൺഗ്രസ്, UDFും അതേപോലെ തന്നെ BJPയും അവരിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രതിപക്ഷമാവുന്നത്? അവർ ഭരണപക്ഷമായി മാറത്തില്ലയോ? അത് അവരുടെ മാത്രം കുറ്റമല്ല. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പറയുന്ന ഒരു സാധാരണ വാചകം എന്നുള്ളതല്ലാതെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് പറയാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇന്നോളം തയ്യാറായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് ഇപ്പോഴും രമേശ് ചെന്നിത്തലയും അതുപോലെ ശ്രീമാൻ രമേശും ഇവിടെ ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒറ്റ കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും ആത്മാഭിമാനത്തോടെ, അവകാശബോധത്തോടെ, ഏറ്റവും അധികം ഉത്തരവാദിത്ത ബോധത്തോടെ
ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഗവർണർ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി ഒരഭിമാനത്തോടുകൂടി ഒരു ഗവർണർ ആ പ്രസംഗം 1.5 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗം വായിച്ചു എന്ന് പറയുന്നത് ചരിത്രത്തിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഗവർണർക്ക് വേണമെങ്കിൽ ഇതിൽ 1-2 വാചകം വായിച്ച് വേണമെങ്കിൽ മേശപ്പുറത്ത് വെച്ച് കൈയൊഴിയാവുന്ന ഒന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടി ആദ്യാവസാനം വായിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തട്ടി കേരളത്തിലെ ഗവർണർ ഈ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആവർത്തിച്ച് പറയാനുള്ള തൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വവും ഫലപ്രദമായി നിർവഹിക്കുന്നതിൽ അഭിമാനം കണ്ട ഒരു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇവിടെ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ പ്രതിപക്ഷം ഉന്നതനായ ഭരണാധികാരിയെ കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗം എഴുതി തയ്യാറാക്കി വായിപ്പിച്ചു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അതിനെന്തെങ്കിലും കഴമ്പുണ്ടോ? തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അല്ല ഞാൻ പറഞ്ഞത് ഗവർണർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ഗവർണർമാരും ചെയ്തിട്ടുള്ളത് എന്താ? താല്പര്യമില്ലാത്ത ഭാഗം വിട്ടുകളയും, വായിക്കാതിരിക്കും, അത് മേശപ്പുറത്ത് വയ്ക്കും, രേഖയാവും, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് ബാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് സ്ഥലം വിടും. ഇവിടെ ഗവർണർ തലേ ദിവസം തന്നെ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പൂർണ്ണ ആരോഗ്യവാനാണ് ഞാനിത് പൂർണ്ണമായും നിയമസഭയിൽ വായിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായ പ്രസംഗം ആത്മാഭിമാനത്തോടെ അദ്ദേഹം തല ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് വായിച്ചു. തുടങ്ങുമ്പോൾ പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ ബഹളമുണ്ടാക്കണ്ട, നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാത്തിനും ഉത്തരം എൻ്റെ പ്രസംഗത്തിലുണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജ്യോതികുമാർ ചാമക്കാല എന്തടിസ്ഥാനത്തിലാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? അതായത് മുൻകാലങ്ങളിലും ഗവർണർമാർ പ്രസംഗം വായിക്കാതിരുന്നിട്ടുണ്ട്, ചില വാചകങ്ങൾ വിട്ടിട്ടുണ്ട്, ചില കണ്ണിക തന്നെ ഒഴിവാക്കിയ ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശ്രീ വരദരാജൻ അഭിപ്രായപ്പെട്ടതുപോലെ 1.5 മണിക്കൂർ വളരെ വ്യക്തതയോടെ നല്ല ക്ലാരിറ്റിയിൽ അദ്ദേഹം വായിച്ചു തീർക്കുകയായിരുന്നു. ശ്രീ ജ്യോതികുമാർ, രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആദ്യം ഒന്ന് പറയാം. ഒന്ന്, ആദിവാസി ഗോത്ര ബന്ധു പരിപാടി. ഇത് 2018 ഇതുപോലെ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിലും ഇതുപോലെ തന്നെ ആവർത്തിച്ചിരുന്ന് നടപ്പിലാക്കുമെന്ന്. കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയിട്ടില്ല. ഒന്ന്. രണ്ട്, പോലീസിൽ 25% വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തും എന്ന് കഴിഞ്ഞ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ആവർത്തിച്ചു, പക്ഷേ ശതമാനം 25-ൽ നിന്ന് 15 കുറഞ്ഞു. ഈ രണ്ട് കാരണങ്ങൾ ഞാൻ കാര്യകാരണ സഹിതം പറയുന്നു. ഇത് എതിർക്കാൻ ശ്രീ വരദരാജൻ കഴിയുമോ? ഒന്ന്. രണ്ട്, ഇവിടെ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള 2 വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പ്രളയവും മറ്റേത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ കഴിഞ്ഞ 5.5 മാസമായി ചർവിതചർവണം നടത്തുന്നത് പോലെ കുറേ പ്രസംഗങ്ങളും കുറേ ചർച്ചകളും പുറത്ത് നടത്തുന്നതല്ലാതെ പ്രളയം ഉണ്ടായതിനു ശേഷം നാളിതുവരെ അവർ നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച്, ഇല്ലെങ്കിൽ നവകേരള സൃഷ്ടി എന്ന അവർ കൊട്ടിഘോഷിച്ച പദ്ധതിയെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിന്റ് പുറത്തു വിടുവാൻ ഇതുവരെ 5.5 മാസം കഴിഞ്ഞ് 6 മാസമാകുമ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ 10,000 രൂപ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ 5 താലൂക്കിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പര്യടനം, ഈ പ്രളയാനന്തര കേരളത്തിൽ നടന്നിട്ടുള്ള ദുരിതാശ്വാസ റീഹാബിലിറ്റേഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നടത്തിയ പര്യടനം 5 താലൂക്കുകളിൽ നടന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന 10,000-ലധികം പേരുടെ അപേക്ഷ കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുവരെ 10,000 രൂപ വീതം തരാമെന്ന് പറഞ്ഞത് കിട്ടിയിട്ടില്ല എന്ന്. 10 ലക്ഷം രൂപ വരെ വ്യാപാരികൾക്ക്, വ്യവസായികൾക്ക് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. വീട്ടിലെ സാമഗ്രികൾ വാങ്ങാൻ, ഹൗസ് ഹോൾഡ്സ് മേടിക്കുവാൻ വേണ്ടി 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഇതിനൊക്കെ അപ്പുറമായി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ള മേഖലകളിൽ അവിടെ വീടും വസ്തുവും ഉൾപ്പെടെ ഒലിച്ചു പോയവരെ സംബന്ധിച്ച് അവർ ഇന്നും ഓഡിറ്റോറിയങ്ങളിൽ താമസിക്കുന്നുണ്ട്. നിരവധി ആളുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അവരെ സംബന്ധിച്ച് ഒരു വ്യക്തതയും വരുത്താൻ കഴിയുന്നില്ല ഈ സർക്കാരിന്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രളയാനന്തര കേരളത്തിൽ പുനഃസൃഷ്ടി ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ ബഹളമുണ്ടാക്കിയെങ്കിൽ അതിനൊക്കെ മറുപടിയുണ്ട് എന്ന് ഗവർണർ പറഞ്ഞതല്ലാതെ ഒരു മറുപടിയും ഞങ്ങൾക്ക് അതിൽ കാണാൻ കഴിഞ്ഞില്ല. ശ്രീ ജ്യോതികുമാർ, ശബരിമലയുമായി ഞാൻ താങ്കളിലേക്ക് വരുന്നു. ശ്രീ CP ജോൺ, താങ്കൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രളയാനന്തരം പുനർനിർമ്മിതി ഉണ്ടാകാൻ പോകുന്നു എന്ന് വാചകമടിച്ചതല്ലാതെ കാര്യമായി ഒന്നും നടന്നില്ല എന്ന് ജ്യോതികുമാർ പറയുന്നു. താങ്കളും അതേ അഭിപ്രായക്കാരനാണോ? തീർച്ചയായും. വാസ്തവത്തിൽ കഴിഞ്ഞ ബജറ്റിനും ഈ ബജറ്റിനും ഇടയിൽ ഗവൺമെൻറ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഗവർണറുടെ നയപ്രഖ്യാപനം.
ഇത് കഴിഞ്ഞ ബജറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ തന്നെ നയപ്രഖ്യാപനത്തിൻ്റെയും ഉള്ളടക്കം ഒന്ന് പരിശോധിച്ച് ചെയ്ത കാര്യങ്ങൾ പറയുക എന്നത് ഒരു കടമയാണെങ്കിൽ, രണ്ടാമത്തത് വരാൻ പോകുന്ന ബജറ്റിൻ്റെ ഒരു കർട്ടൻ റൈസറുമാണ്. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത്? ഈ രണ്ട് ബജറ്റുകൾക്കുമിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രളയം തന്നെയാണ് വാസ്തവത്തിൽ ഗവർണർ ഈ പ്രസംഗത്തിൽ എടുത്തു പറയേണ്ടിയിരുന്നത്. ചാമലക്കാല പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ കൂടുതൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, നമ്മുടെ ലൈഫ് സ്റ്റോക്കിനുണ്ടായിട്ടുള്ള ദുരന്തം ആരും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഗവർണർ അത് പറയുന്നത് ഞാൻ വിചാരിച്ചു. യാതൊരു പദ്ധതിയും അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടില്ല. 60,000 പശുക്കൾ ചത്തു, 2 കോടിയോളം പൗൾട്രി അല്ലെങ്കിൽ കോഴികളും താറാവുകളും ചത്തുപോയി, 70,000-ത്തോളധികം ആടുകൾ ചത്തുപോയി. ഇതെങ്ങനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുക? ആരാണിത് കൊണ്ടുവരിക? എന്തെങ്കിലും പദ്ധതി നമുക്കുണ്ടോ? എന്തെങ്കിലും തരത്തിൽ ഈ പ്രളയാനന്തര കേരളത്തിൻ്റെ ഇക്കോണമിയെ മെച്ചപ്പെടുത്താൻ, പ്രത്യേകിച്ച് റൂറൽ ഇക്കോണമിയെ മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു പദ്ധതിയുടെ സൂചന ഈ പ്രസംഗത്തിലുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം. ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പോഴും നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കുമായിട്ടും ലോകബാങ്കുമായിട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മളത് മറക്കുമായിരുന്നു. അത് പറഞ്ഞത് നന്നായി. യാതൊന്നും നടന്നിട്ടില്ല. ഇനി പറയാൻ പോകുന്ന വായ്പ കൂടുതൽ എടുക്കാൻ പോകുന്നുവെന്നാണ്. എടുത്തിട്ടില്ല. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? എത്ര കോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിഞ്ഞ് കിട്ടി എന്ന കണക്ക് ഞാൻ എൻ്റെ ഹൈലൈറ്റ്സ് മാത്രമാണ് കണ്ടത്. വിശദാംശങ്ങളിലുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ കൃത്യമായൊരു കണക്ക് പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇനി കിട്ടിയ പണം അതിൻ്റെ പ്രയോറിറ്റി എന്തായിരിക്കണം? ഇത്ര ശതമാനം ഇന്ന മേഖലകളിലേക്ക് മാറ്റിവെക്കാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് എന്നൊരു പ്രഖ്യാപനം, അതിനൊരു നക്കല് സാധിച്ചിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് പ്രളയാനന്തരം കേരളത്തിലുണ്ടായ ശബരിമല പോലെയുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് സംസ്ഥാന സർക്കാർ അവരുടെ കോർ ഏരിയയിൽ നിന്ന് വഴുതി മാറുമ്പോഴും ഈ പ്രതിപക്ഷം എന്ത് ചെയ്യുകയായിരുന്നു ഇവിടെ? പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പ്രതിപക്ഷത്തിന് സെക്രട്ടേറിയറ്റ് തീവയ്ക്കാനുള്ള പരിപാടിയുമില്ല, അത് ഉദ്ദേശിക്കുന്നുമില്ല. അത് UDF നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഞങ്ങളുടെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ്. ശ്രീകണ്ഠൻ നായർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേരളത്തിൽ നിരന്തരമായി കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ സെക്രട്ടേറിയറ്റ് തീ വെക്കുകയോ CP, ഞാനതല്ല ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റ് കൂടെ, ഒരു 10 സെക്കൻഡ് കൂടെ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അതായത് ഒരു ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിന് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ജനമധ്യത്തിൽ ചർച്ചയ്ക്കെടുപ്പിക്കുകയും വലിയ വലിയ സംവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾ സെക്രട്ടേറിയറ്റ് തീ വെക്കണമെന്ന് ആരും പറയുന്നില്ല. അങ്ങനെ അക്രമ മാർഗങ്ങളിൽ നിങ്ങൾ ഉദ്ദേശിച്ച അതാണെങ്കിൽ നമ്മുടെ നിയമസഭയുടെ റെക്കോർഡുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളും ചെറിയ നമ്പറാണ് അവരുള്ളത് എങ്കിൽ പോലും വളരെ ശക്തിയായി പ്രവർത്തിച്ചതിൻ്റെ റെക്കോർഡുകൾ നിയമസഭയ്ക്കകത്തുണ്ട്. പത്രതാളുകൾ എടുക്കുകയാണെങ്കിൽ സമാധാനപരമായ നിരവധി സമരങ്ങൾ നടത്തിയ റെക്കോർഡുകളുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. ഞങ്ങളുടെ ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുക എന്നല്ലാതെ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക എന്നുള്ള പദ്ധതി ഞങ്ങളുടെ മുന്നിലില്ല. ഇത് ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, വിപുലമായ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ പ്രളയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവരുന്നതിന് വേണ്ടി ശബരിമലയിലേക്ക് സർക്കാർ ആഴ്ന്നിറങ്ങി. അത് നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. അത് ഞങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പാക്കി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ നല്ലതുപോലെ അറിയാം. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നൊരു വ്യക്തിയാണല്ലോ. ഇവിടെ ഈ ഗവൺമെൻറ്റിന് സുപ്രീം കോടതി വിധികളോട് ഇത്ര വലിയ ബഹുമാനം ഉണ്ടായിരുന്നോ? ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനക്കയറ്റ പ്രശ്നം പോലും, ഒരു പഴയ DGPയുടെ സ്ഥാനക്കയറ്റ പ്രശ്നത്തിന് വേണ്ടി പോലും കൈകെട്ടി നിൽക്കേണ്ട ഗതികൾ ചീഫ് സെക്രട്ടറിക്ക് സുപ്രീം കോടതിയിലുണ്ടായി. മദ്യഷാപ്പുകളുടെ കാര്യത്തിൽ വഴിമാറ്റി വിട്ട് വഴിയുടെ പേര് മാറ്റാൻ പോലും സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഈ വിധിയും വിശ്വാസവും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടാൽ സമവായത്തിന് വേണ്ടി, ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് വേണ്ടി ഇന്ന സ്റ്റെപ്പുകൾ എടുത്തുവെന്ന് ഗവർണർക്ക് പറയാൻ സാധിച്ചോ? അദ്ദേഹം വലിയ ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ പോലും രാജ്ഭവനിൽ ഇതുപോലൊരു ഗവർണർ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സഹായം പോലും തേടാതെ ഒരു വലിയ കോൺഫ്രണ്ടേഷന് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നത്. ദൗർഭാഗ്യം വന്നിട്ട് ഗവർണർമാരുടെ ഒരു സങ്കീർണതയാണ്. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനെ ന്യായീകരിച്ചേ പറ്റുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതുകൊണ്ട് ശബരിമല വിഷയം കൊണ്ടുവന്നത് പോലും ഈ പ്രളയാനന്തരം തകർന്നടിഞ്ഞ ഗവൺമെൻറ്, ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ദുരിതത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ
തിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ്. വനിതാ മതിലിനെ കുറിച്ച് ഗവർണർ പ്രസംഗിച്ചു. ഇപ്പോഴും അറിഞ്ഞുകൂടാ വനിതാ മതിൽ ഗവൺമെന്റിന്റെ പരിപാടിയായിരുന്നു അത് ഇടതുമുന്നണിയുടെ പരിപാടിയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും ആശങ്കയാണ്. ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ. പ്രഖ്യാപന പ്രസംഗം വന്നപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി. പണമെടുത്ത് ചെലവഴിച്ചാണ് വനിതാ മതിൽ കൊണ്ടുവന്നത് എന്നുള്ളത്. ഇതൊക്കെ റോങ് പ്രയോറിറ്റീസാണ്. ഇവിടെ ഒരു വീട് വെച്ച് കൊടുത്തോ, ഒരു പുതിയ വീട് വന്നോ, ലൈഫ് മിഷൻ എത്ര വീട് പണിതു? ആകെ ഈ കേരളത്തിൽ 1,00,000 വീട് 2 വർഷം കൊണ്ട് പണിയണം. വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ വരദരാജനോട് ചോദിക്കട്ടെ. ശ്രീ വരദരാജൻ, അതായത് CP ജോൺ പറഞ്ഞ ചില പ്രസക്തമായ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ പ്രളയം കൊണ്ട് തകർന്നടിഞ്ഞുപോയ സ്ഥലങ്ങളെ പുനർനിർമ്മിക്കുന്നതിന് പകരം ശബരിമല പോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ഗവൺമെൻറ് ഇടപെടുകയും തല ഊരാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി വളരുകയും അതൊരു ക്രമസമാധാന പ്രശ്നമായി പോലും വഴിമാറുകയും ചെയ്ത സാഹചര്യത്തിൽ പുനർനിർമ്മാണവും വെള്ളപ്പൊക്കവും പ്രളയവും ഒക്കെ ആളുകൾ വിസ്മരിക്കുന്ന പോലെയാണ് തോന്നിയത്. എന്നാൽ പല സ്ഥലങ്ങളിലും 10,000 രൂപ പോലും കിട്ടുന്നില്ല എന്ന പരാതി പ്രതിപക്ഷ നേതാവ് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പല ആളുകളും ഉന്നയിച്ചു. അപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുക? ഇല്ല, ഞങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. CP ജോണും ചാമക്കാലയും ഒരേ സ്വരത്തിൽ സംസാരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. അവരത് സംസാരിക്കട്ടെ, ഈ രാജ്യത്തെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ. ഇപ്പോൾ പ്രളയാനന്തര കേരളത്തെ പുനർനിർമ്മിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ ഗവൺമെൻറ് പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഡ്ജറ്റ് പ്രസംഗമല്ല. സാമ്പത്തിക കണക്കുകളെ സംബന്ധിച്ചും മറ്റുള്ള വിശദാംശങ്ങൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കണ്ടില്ല എന്ന് ആശങ്കപ്പെടുന്നത് നയപ്രഖ്യാപന പ്രസംഗം ബഡ്ജറ്റ് പ്രസംഗമല്ല. 31-ാം തീയതി സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. എങ്ങനെയെല്ലാമാണ് പണം വന്നത്, എവിടെയൊക്കെയാണ് ചിലവാക്കാതിരുന്നത് ഒക്കെ അന്നേരം നമുക്ക് വ്യക്തമാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപത്തെക്കുറിച്ചുമാണ് ചർച്ച തുടങ്ങിയത്. അവിടെ നിന്ന് വഴുതി ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതികളെ സംബന്ധിച്ചും മറ്റുമൊക്കെ പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അവസരം ഉണ്ടാവണം. ആ അവസരം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വെള്ളപ്പൊക്ക കെടുതിക്ക് ശേഷമുണ്ടായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താമെന്നുള്ള നിലയിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത്, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ 10,000 രൂപ കിട്ടാത്തവരുണ്ട്, പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ഒന്നും സാധിക്കാതെ പോയവരുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ ഒരു സുപ്രഭാതത്തിൽ 1-2 ആഴ്ചകൾ കൊണ്ടോ 1-2 മാസങ്ങൾ കൊണ്ടോ ഇപ്പോൾ 13,000-ലധികം വീടുകൾ പൂർണ്ണമായി നശിച്ചു. 3.5 ലക്ഷത്തിലധികം വീടുകൾ ഭാഗികമായി നശിച്ചു. ആ ഒരു സംസ്ഥാനത്ത് അതിൻ്റെ പുനർനിർമ്മാണം നടത്തണം. ഇവിടെ ലൈഫ് മിഷനെ കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചല്ലോ. 48,000 വീടുകൾ പൂർത്തീകരിച്ച് അത് കൈമാറാനുള്ള നടപടികളായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വസ്തുതകളായി നിൽക്കെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുക മാത്രമാണ് ഗവർണർ ചെയ്തത്. ഞാൻ അതാണ് ചോദിച്ചത്. ഗവർണർക്ക് ഇക്കാര്യത്തിൽ ഉത്തമ ബോധ്യമില്ല എങ്കിൽ ഒരു ഗവർണറെയും നിർബന്ധിപ്പിച്ച് ആർക്കും പ്രസംഗിപ്പിക്കാൻ സാധ്യമല്ല. ഭരണഘടനാപരമായ ബാധ്യത മാത്രമേ ഗവർണർക്ക് നിർവഹിക്കേണ്ടതുള്ളൂ. പക്ഷേ ഈ ഗവർണർ ചെയ്തത് അതല്ല. അദ്ദേഹം ഇതെല്ലാം ഉത്തമ ബോധ്യത്തോടുകൂടി തൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് എന്ന വിശ്വാസത്തോടുകൂടി ബഡ്ജറ്റിൽ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ വായിച്ചു എന്ന വാദമാണ് ഞാൻ ഉന്നയിച്ചത്. അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ലാതെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളിലേക്കും ചർച്ച വഴുതി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രസക്തമായ കാര്യങ്ങളിൽ നിന്നും മാറാനുള്ള ശ്രമമാണ്. ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വരദരാജൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ഗവർണർ തല ഉയർത്തിപ്പിടിച്ചിരുന്നു, ഗവർണറുടെ ഉച്ചാരണ ശുദ്ധി നല്ലതായിരുന്നു, അദ്ദേഹം മേശപ്പുറത്ത് ഇടിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വളരെ പോസിറ്റീവായിരുന്നു, അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ പുസ്തകം വായിച്ച് 2 വരി അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇതൊന്നും പ്രസക്തമായ കാര്യമേ അല്ല. അദ്ദേഹം നമ്മുടെ സുപ്രീം കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടൊരു ആളാണ്. അദ്ദേഹം പലപ്പോഴും ഹെഡ് മാസ്റ്ററെ പോലെ പെരുമാറി എന്ന ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷമാണ് ഇന്നത്തെ ഭരണകക്ഷി എന്ന കാര്യം മറക്കരുത് കേട്ടോ. കോടിയേരി ബാലകൃഷ്ണനോട് നിങ്ങളവിടെ ഇരിക്കൂ എന്ന് പറയാൻ, നിങ്ങൾ നാളെ ഇവിടെ ഇരിക്കേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ
പഠിക്കാത്ത ഒരു ഗവർണറാണ് നമ്മുടെ ഇന്നത്തെ ഗവർണർ. അതുകൊണ്ട് ഗവർണറുടെ നല്ലൊരു ചീഫ് ജസ്റ്റിസിനെ പോലുള്ള ഒരാൾ വന്ന് ഞങ്ങളുടെ പുസ്തകമൊക്കെ നന്നായിട്ട് വായിച്ചു. അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ചിരിച്ചിരുന്നു. ഞങ്ങൾ പല ആൾക്കാരെയും മാതിരിയല്ല നന്നായി ചിരിച്ചിരുന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുന്നതായിട്ട് കാണപ്പെട്ടു. തുടങ്ങിയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഡിപ്ലോമസിയിൽ വളരെ പ്രധാനമാണ്. പണ്ട് മുഷറഫ് എല്ലാം വന്ന സമയത്ത് ബോഡി ലാംഗ്വേജ് നോക്കാനായിട്ട് ബോഡി ലാംഗ്വേജ് എക്സ്പെർട്ടുകളെ വെച്ചിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും അദ്ദേഹത്തിൻ്റെ ശിരസ് ഉയർത്തലും ഉച്ചാരണശുദ്ധിയും അദ്ദേഹം വായിച്ചതിൻ്റെ ഒരു രസവും ഒന്നും ഇവിടെ പ്രസക്തമായിട്ടുള്ളതല്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതായത് ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. അതായത് കാര്യക്ഷമതയുള്ള ഒരു പ്രതിപക്ഷമാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇത്രയധികം വീഴ്ചകളുണ്ടെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ഇവരെ ഭിത്തിയിലൊട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നല്ലോ. എന്തുകൊണ്ടത് കഴിയാതെ പോകുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ അക്രമ മാർഗത്തിലേക്ക് CP ജോൺ പറഞ്ഞതുപോലെ വഴിമാറണം എന്നുള്ളതല്ല. ഒരു കേരളം എന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് പോകണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും താല്പര്യമുണ്ട്. എന്നാൽ ഒരു പ്രതിപക്ഷം വളരെ സജീവമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെൻറ്റിന് വീഴ്ചയുണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കണം. ഗവൺമെൻറ് വഴി തെറ്റുമ്പോൾ പിടിച്ച് നടത്താൻ പറ്റണം പ്രതിപക്ഷത്തിന്. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ശക്തി ചോരുന്നു എന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകൾ പറയുന്നത്. അല്ല, നിങ്ങളുടെ ആ ശക്തിയല്ല ചോർന്നു എന്ന നിങ്ങളുടെ സംശയമെല്ലാം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ബോധ്യമാകുന്ന ആസ്ഥാനത്തായിരുന്നു എന്ന്. ഞങ്ങളെ സംബന്ധിച്ച്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് തെരുവിൽ അക്രമം നടത്തിയോ സംഘപരിവാർ ശക്തികൾ ഈ ശബരിമല വിഷയത്തിൽ നടത്തിയതുപോലെ അക്രമം ഉണ്ടാക്കിയോ അല്ല ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരായും സംസ്ഥാന സർക്കാരിനെതിരായുമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ, സാധാരണക്കാരെ വീടാന്തരം കയറിയിറങ്ങി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അക്കാര്യത്തിൽ ചിട്ടയായ പ്രവർത്തനം UDFൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനപ്പുറമായി പരസ്യമായ പ്രതിഷേധങ്ങൾ അത് നിരവധി കഴിഞ്ഞു. ഇന്നലെയും കഴിഞ്ഞ ദിവസവും 23-ാം തീയതിയും സംസ്ഥാനത്തെ മുഴുവൻ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും അതുപോലെ സെക്രട്ടേറിയറ്റും ഉപരോധിച്ചുകൊണ്ടാണ് UDF പ്രതികരിച്ചത്. അതിനകത്ത് അക്രമസമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വികസന മുരടിപ്പിനെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വരദരാജൻ പറഞ്ഞു പോകുന്നത്, ഈ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങുന്ന സമയത്ത് പ്രതിപക്ഷ ബെഞ്ചുകളിൽ ചില ബഹളങ്ങളുണ്ടായി. ആ സമയത്ത് നിങ്ങൾ ശാന്തരായിരിക്കൂ, എല്ലാം മറുപടി എല്ലാം എൻ്റെ പ്രസംഗത്തിലുണ്ട് എന്ന് ഗവർണർ പറഞ്ഞതോടെ നിങ്ങളെല്ലാവരും ശാന്തരായി കണ്ടു. പിന്നെ ആ പ്രസംഗത്തിൽ നിങ്ങൾ സംതൃപ്തരായോ? ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് സംതൃപ്തരല്ല എന്നുള്ളത് കൊണ്ട് 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് പോയ ഗവർണറെ തടഞ്ഞു നിർത്തുകയല്ലോ ഞങ്ങൾ ചെയ്യേണ്ടത്. അത് വരും ദിവസങ്ങളിൽ അതിന്മേലുള്ള ചർച്ചയുണ്ടാകുമല്ലോ. ആ ചർച്ചയിലല്ലേ ഞങ്ങളുടെ വിമർശനങ്ങൾ ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായി നാളെ മുതൽ നടക്കുന്ന അസംബ്ലിയിൽ അത് കൃത്യമായി പ്രതിഫലിക്കും എന്നുള്ളത് അങ്ങേക്ക് യാതൊരു തർക്കവും വേണ്ട. പക്ഷേ ഇവിടെ ശ്രീ വരദരാജൻ പറഞ്ഞു പോകുന്നത് എന്താണ്? അദ്ദേഹം അവിടെ ഇവിടെയും തൊടാതെ മൈതാന പ്രസംഗമല്ല വേണ്ടത്. നമ്മൾ കാര്യമാത്ര പ്രസംഗമായി സംസാരിക്കൂ. ഇവിടെ നയപ്രഖ്യാപനം എന്താണെന്നും ബഡ്ജറ്റ് എന്താണെന്നും കൃത്യമായി മനസ്സിലാവുന്നവരാണ് കേരളീയർ. അത് അവർക്ക് കൃത്യമായി അറിയാം. നവോത്ഥാനം എന്താണെന്നും ഇൻവെർട്ടഡ് കോമയിലെ നവോത്ഥാനം എന്താണെന്ന് അവർക്ക് മനസ്സിലാകും. നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞാൻ ഒറ്റ കാര്യം ശ്രീ വരദരാജൻ, ഞാൻ അങ്ങയോട് 2 കാര്യം ചോദിച്ചു, അദ്ദേഹം അങ്ങ് മറുപടി തന്നില്ല. ഒന്ന്, ആദിവാസി ഗോത്ര ബന്ധു പരിപാടി കഴിഞ്ഞ പ്രാവശ്യവും പ്രഖ്യാപിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച് അങ്ങ് മറുപടി പറഞ്ഞില്ല. 2, 25% സംവരണം സ്ത്രീകൾക്ക് പോലീസിലുണ്ടാകുമെന്ന് പറഞ്ഞത് ഇപ്പോൾ 15 കുറച്ചിട്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഇനി ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ 50 ലക്ഷം പേരെ വനിതാ മതിൽ പങ്കെടുപ്പിച്ചു എന്ന് ഗവർണറെ കൊണ്ടുവന്ന് അസംബ്ലിയിൽ പറയിച്ചു. നിങ്ങൾക്ക് ആ കണക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ കഴിയുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങളെ. ഞങ്ങൾ കണക്ക് പറയാം. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ 584 കിലോമീറ്ററാണ് ഈ പറയുന്ന കാസർഗോഡ് നിന്ന് വെള്ളയമ്പലം വരെ നിങ്ങൾ വനിതാ മതിൽ നടത്തിയിട്ടുള്ളത്. ഈ 584 കിലോമീറ്ററിൽ 1 മീറ്ററിൽ 2 പേർക്കാണ് നിൽക്കാൻ കഴിയുക. മതിൽ കെട്ടുമ്പോൾ, നിങ്ങൾ വനിതാ മതിൽ കെട്ടുമ്പോൾ 1 മീറ്ററിൽ 2 പേര് നിന്നാൽ നിങ്ങൾ 1 കിലോമീറ്ററിൽ 2000 പേരാ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ 600 കിലോമീറ്റർ കണക്കാക്കൂ. 12 ലക്ഷം പേരിൽ കൂടുതൽ ഒരാൾ പോലും വേണ്ട. ഇതിൽ തന്നെ ഈ മതിൽ പലയിടങ്ങളിലും വിള്ളലുണ്ടായി. അപ്പോൾ 12 ലക്ഷം പേരിൽ താഴെ, ഞാൻ കണക്കാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന 50 ലക്ഷം പേരാണെങ്കിൽ 1 മീറ്ററിൽ 2 പേര് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് 2500 കിലോമീറ്റർ മതിൽ സൃഷ്ടിക്കാൻ കഴിയും. ഏകദേശം ഡൽഹിക്ക് അടുത്ത് വരെ എത്താൻ കഴിയും. നിങ്ങളിത് ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? അത് ഗവർണറെ പോലുള്ള ആളെ കൊണ്ട് നിങ്ങളിത് പറയിക്കുകയല്ലേ? നിങ്ങളുടെ വനിതാ മതിലിനെ കുറിച്ച് നവോത്ഥാന മൂവ്മെന്റ് ആണെന്നാണ് നിങ്ങൾ രണ്ടാമത്തെ വാദം. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് ചോദിക്കാം.
അല്ല, ഒറ്റ കാര്യം കൂടി അതിനോട് ചേർത്ത് ചോദിക്കേണ്ട ഒരു കാര്യം കൂടി. ഇന്നലെ LDF-ന്റേതായ ഈ പറയുന്ന നവോത്ഥാന നായകന്മാർ ചേർത്ത് ഒരു സ്വാഗതം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അവർ ഇന്നലെ കൂടിയിരുന്നു. അവർ കൂടിയിട്ട് എന്താ തീരുമാനിച്ചത്? നമുക്ക് മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരെയും കൂടി ഇനി ഉൾപ്പെടുത്തണം, ജില്ലാ തലത്തിലേക്ക് ഇത് വ്യാപിപ്പിക്കണം, ബ്ലോക്ക് തലത്തിലേക്ക് വ്യാപിപ്പിക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്. നിങ്ങൾ ഈ വനിതാ മതിലിന്റെ സ്വാഗത സംഘത്തിൽ നിങ്ങൾ ഒരു വിഭാഗത്തെ മാത്രമേ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾ പറയുന്നു അതിന് നവോത്ഥാനം എന്ന് പേരിട്ടാൽ കേരളത്തിൽ ഡിക്ഷണറിയിൽ നവോത്ഥാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ മാറ്റി എഴുതേണ്ടി വരില്ലേ? അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴും നിങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ഗവർണറെ കൊണ്ട് പറയുന്നത് ശരിയാണോ? ഇതൊക്കെ കേരളീയ സമൂഹത്തിന് മനസ്സിലാവില്ല. ഈ 2, 3, 4 കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ഒന്ന്, വനിതകളുടെ സംവരണത്തെ സംബന്ധിച്ച് പോലീസിൽ. 2, പിന്നെ ഈ പറയുന്ന ആദിവാസി ഗോത്ര ബന്ധു പദ്ധതിയെ സംബന്ധിച്ച്, ഇപ്പോൾ നിങ്ങളുടെ 50 ലക്ഷം പേരെ സംബന്ധിച്ച്, നിങ്ങളുടെ നവോത്ഥാന മൂവ്മെന്റിനകത്ത് ആരെയൊക്കെ പങ്കെടുപ്പിച്ചതെന്ന് നിങ്ങൾ 2 നേതാക്കന്മാർ ഇടത്തും വലത്തും ഇരിക്കുകയാണ്. അതായത് മറുപടി പറയാൻ സമയം വേണമല്ലോ. മാത്രമല്ല അദ്ദേഹം മൈതാന പ്രസംഗം നടത്തുന്നു എന്നാണ് ശ്രീ ജ്യോതികുമാർ പറയുന്നത്. മൈതാനത്ത് നിന്ന് അങ്ങ് ഇറങ്ങി വരൂ, കാര്യം മാത്രം പ്രസക്തമായി സംസാരിച്ചോളൂ. അല്ല, ഈ ജ്യോതികുമാർ പറഞ്ഞത് ഏത് പ്രസംഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ജ്യോതികുമാർ കാര്യം മാത്രം പ്രസക്തമായി കണക്ക് പറയുന്നു. അതെ, അദ്ദേഹം ചാമക്കാല ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനയല്ല. അതെ, ചോദ്യം ആർക്കും ചോദിക്കാം, ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അദ്ദേഹം ഒരു കണക്കുണ്ടാക്കി. 1 മീറ്ററിൽ 2 പേര് വെച്ച് 540 മീറ്റർ അങ്ങനെ കണക്കാക്കി. ഞാനൊരു മീറ്ററിൽ 5 പേര് വെച്ച് 540 മീറ്ററിന് ഞാൻ കണക്കാക്കി ഒരു കണക്ക് പറഞ്ഞാൽ മതിയോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്തിയതെ സംബന്ധിച്ച് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും മാധ്യമങ്ങളും അംഗീകരിച്ച ഒരു പൊതു കണക്കാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ കൃത്യമായി ആളുകളെ തൊട്ടെണ്ണി ഒപ്പിടിപ്പിച്ച് 49.5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ശ്യാമക്കാല പറയുന്നത് പോലെ 12 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന അപഹാസ്യമായ കണക്കുമായി അദ്ദേഹം ഈ രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ആളുകളെ വിധികളാക്കുന്ന കണക്കുകൾ പറയുന്നു. ഞങ്ങൾ അതിന് തർക്കിക്കാനൊന്നുമില്ല. ഞാൻ പറയുന്നതിനകത്ത് ഇതാണ് ചാമക്കാലെ നിങ്ങൾക്കുള്ള കുഴപ്പം. ഇതാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ കേട്ടോണ്ടിരുന്ന നിങ്ങൾ കുറച്ച് കണക്കുകൾ പറഞ്ഞ് 12 ഞാനൊന്ന് പറഞ്ഞോട്ടെന്ന് 12 ലക്ഷം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു. 12 ലക്ഷമെങ്കിലും ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ കാണിച്ച സൗമ്യനേസത്തിന് നന്ദി. മറ്റൊന്ന്, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങൾ ഈ ബഡ്ജറ്റ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞ കാര്യങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നടപ്പാക്കിയില്ല, അത് വീണ്ടും ആവർത്തിച്ചു. ചില കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞല്ലോ, നയപ്രഖ്യാപന പ്രസംഗത്തിലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ മുന്നണിയുടെ വാഗ്ദാനങ്ങളോ നടപ്പാക്കാനുള്ളതല്ലെന്ന്. അങ്ങനെയല്ല, നടപ്പാക്കാനുള്ളതാണ്. ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് വീണ്ടും നടപ്പാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഗോത്രവർഗ കുടുംബങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ജോലി കൊടുക്കുന്നതടക്കമുള്ള പുതിയ പദ്ധതികൾ മുന്നോട്ട് വെച്ചു. വനിതകളുടെ സംവരണത്തെ സംബന്ധിച്ച് 15% വനിതകളുടെ റിക്രൂട്ട്മെൻറ്റ് നടത്തും, അതിനുവേണ്ടി പ്രത്യേക വനിതാ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 25% പറഞ്ഞത് 15%ആയി ചുരുക്കി എന്ന് പറയുന്നതും വസ്തുതാപരമല്ല. കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത് 15% തന്നെയായിരുന്നു. അതുകൊണ്ട് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതിന് എൻ്റെ കയ്യിലുണ്ട് കോപ്പി. ഞാനിതൊന്നും പഠിക്കാതെയും പറയാതെയും നടക്കുന്ന ആളല്ലെന്ന് ചാമക്കാലയ്ക്കും അറിയാമല്ലോ. അതുകൊണ്ട് അത്തരം വാദങ്ങൾ ഉന്നയിച്ച് അപ്രസക്തമായ കാര്യങ്ങൾ പറയേണ്ടതില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ, ഈ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ സൂചനകളാണ് ഗവർണർ നൽകിയിട്ടുള്ളത്. അതിൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത്. ശരി, ശ്രീ വരദരാജൻ, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സർവേ റിപ്പോർട്ടിന്റെ ബലത്തിലാണ്. ശ്രീ CP ജോൺ, ശരിക്കും വനിതാ മതിലിൻ്റെ കണക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നു. അതിപ്പോൾ എന്തായാലും ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം ബാക്കി നിൽക്കേ അതിൻ്റെ ഒരു ഗണിതശാസ്ത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാൽ നമ്മൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് വരും ദിവസങ്ങളിൽ നിയമസഭാ കവാടത്തിലും നിയമസഭയ്ക്കകത്തും വളരെ സജീവമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രസംഗമാണെന്ന് ഗവർണർ നടത്തിയത് ആമുഖമായി. അപ്പോൾ എന്നാൽ ഗവർണറിൻ്റെ ആത്മവിശ്വാസവും ഗവർണറിൻ്റെ ബോഡി ലാംഗ്വേജിനും അപ്പുറം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് CP ജോൺ കരുതുന്നുണ്ടോ? അതാണ് എൻ്റെ പ്രയാസം. ഞാനിപ്പോൾ പ്രതിപക്ഷം തീർച്ചയായിട്ടും വരദരാജൻ പറഞ്ഞതുപോലെ നയപ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി ഭരണകക്ഷിയായിട്ട് മാറും. അതുപോലെ ബജറ്റിനെ അംഗീകരിക്കുന്നു പറഞ്ഞാൽ ഭരണകക്ഷിയാവും തിരിച്ചു ആവും. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് എസ്റ്റോപ്പിഡ് എന്ന് പറയുന്ന പോലെ നയപ്രഖ്യാപനത്തെ അംഗീകരിക്കാൻ പ്രതിപക്ഷത്തൊന്നും സാധിക്കില്ല. പക്ഷേ വസ്തുതാപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ
ഇത്രയും വലിയ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം തകർത്ത കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു നയപ്രഖ്യാപന പ്രസംഗം അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് നിയമസഭയിൽ വരുമ്പോൾ പ്രതീക്ഷിച്ചത് ഇതല്ല. കൃത്യമായിട്ടുള്ള പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തെ സംബന്ധിച്ച ഒരു ബ്ലൂ പ്രിൻ്റാണ്. ശരിയാണ്, ബജറ്റിൽ ഡീറ്റെയിൽസ് വരണം. ബജറ്റിൽ കുറേ കൂടെ വിശദമായിട്ടുള്ള ടാക്സേഷൻ്റെയും അതുപോലെ തന്നെ ഇക്കോണമിയുടെയും പബ്ലിക് ഫിനാൻസിൻ്റെയും കാര്യങ്ങൾ പറയണം. അതൊന്നും ഗവർണറുടെ പ്രസംഗത്തിൽ പറയണ്ട. പക്ഷേ ബജറ്റ് പ്രസംഗത്തിൻ്റെ ഒരു ചട്ടക്കൂട് പണിയൽ തന്നെയാണ് വാസ്തവത്തിൽ എല്ലാ ഗവർണർമാരുടെയും പ്രസംഗം. വാസ്തവത്തിൽ ഗവർണർ പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നടത്തണമെന്നുള്ളത് രാജ്ഞി ബ്രിട്ടനിൽ പ്രസംഗിക്കുന്ന, രാജാവ് ബ്രിട്ടനിൽ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ അത് തന്നെ വേണ്ടെന്ന് വയ്ക്കാം. അപ്പം അതുകൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം നമ്മളെ നിരാശപ്പെടുത്തുന്നു. കാരണം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം നടന്ന ഈ നയപ്രഖ്യാപന പ്രസംഗം അതിലല്ല ഊന്നുന്നത്. ശബരിമലയിലും വനിതാ മതിലിലുമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിരാശപ്പെടുത്തുന്ന പ്രസംഗമാണ് ഗവർണർ ഇന്ന് നിയമസഭയിൽ നടത്തിയത് എങ്കിൽ വരും ദിവസങ്ങളിൽ നിയമസഭയിൽ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും UDF സ്വീകരിക്കാൻ പോകുന്നത്? വളരെ കൃത്യമായി നിയമസഭയിൽ ഹോംവർക്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ്. നിയമസഭയ്ക്കകത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രസംഗിക്കുകയും അത്യാവശ്യം വന്ന സത്യാഗ്രഹങ്ങൾ നടത്തുകയും അതും നടുത്തളത്തിലിറങ്ങി കഴിയുന്നതും നടുത്തളത്തിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിപക്ഷമാണ്. അതാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതി. അല്ലാതെ മാണി സാറിൻ്റെ ബജറ്റ് വലിച്ചു കയറി കളയാൻ വേണ്ടി ഇപ്പുറത്തുള്ള ആളെല്ലാം അപ്പുറത്ത് പോകുന്ന രീതിയൊന്നും UDF നിന്ന് ആരും പ്രതീക്ഷിക്കരുത്. അത് അന്നും ശരിയല്ല, ഇപ്പോഴും ശരിയല്ല എന്ന് കരുതുന്ന ഒരു പ്രതിപക്ഷമാണ്. കാരണം ഇവിടെ ജനാധിപത്യം ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കൃത്യമായ പ്രതിഷേധം നടത്തും. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മാറ്റമുണ്ടാക്കാൻ ഭരണാധികാരികൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിരാശയുണ്ട്. ഇത്രയും മോശമാകേണ്ട കാര്യമില്ലായിരുന്നു. ഈ ഗവൺമെന്റിനെ ഇത്രയും ഒരു ദയനീയമായ പെർഫോമൻസ് നടത്തേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെ പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഞാൻ അടുത്ത് ചോദിച്ചല്ലോ, എത്ര രൂപ കിട്ടി, ഏതൊക്കെ രാജ്യത്ത് നിന്ന് കിട്ടി, ചെക്കുകൾ മടങ്ങിയെന്നാണ് ഞാൻ കേട്ടത്. സബ്ജക്റ്റ് ടു കറക്ഷൻ, ഇല്ലെങ്കിൽ ഞാൻ തിരുത്താം. രണ്ട് കാര്യങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. ഒന്ന്. രണ്ട്, പ്രളയാനന്തരം കാര്യമായ പുനർനിർമ്മാണങ്ങൾ കേരളത്തിൽ നടന്നിട്ടില്ല. ഇപ്പൊ ശബരിമല പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കേരളം മുഴുവൻ വഴുതി മാറുന്ന ഒരു സാഹചര്യത്തിൽ പുനർനിർമ്മാണത്തെക്കുറിച്ച് പോലും വലിയ കാര്യമായ ചർച്ച ഉണ്ടായില്ല. അതായത് ഒരുപാട് ഇപ്പം കുട്ടനാട് പോലുള്ള പല സ്ഥലങ്ങളിലും ചെല്ലുകയാണെങ്കിൽ പ്രളയത്തിന് തിരിശേഷിപ്പുകൾ അവിടെ ഇപ്പോഴും കിടക്കുകയാണ്. ആൾക്കാർ ക്ലേശങ്ങളിൽ നിന്ന് മാറാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരുപാട് പ്രസംഗങ്ങൾ നടത്താതെ എന്താണ് ഈ മുന്നണി ചെയ്യാൻ പോകുന്നത്? ശ്രീ വരദരാജൻ, കേൾക്കാമെന്ന എൻ്റെ വിശ്വാസം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനർനിർമ്മാണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകൂടി എടുത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ വായിച്ചാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അതിന് കൃത്യമായി അക്കമിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കാൻ ഞാൻ മെനക്കെടുന്നില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്തെല്ലാമാണ് ഇവിടെ നടന്നത്, ഏതൊക്കെയാണ് സംഭവങ്ങൾ, എന്തെല്ലാമാണ് ചെയ്തത്, ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. പുനരധിവാസം ഉറപ്പാക്കാനുള്ള പണം കണ്ടെത്തുക എന്നത് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. അടിസ്ഥാന സൗകര്യ വികസനവും അതിനുള്ള ഫണ്ടുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകേണ്ട സഹായങ്ങൾ വേണ്ടത്ര ലഭിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് പുനർനിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി ഗവർണർ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനതാണല്ലോ പറഞ്ഞത്, നിയമസഭ കൂടുന്നത് തന്നെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ ഭരണപക്ഷങ്ങൾക്ക് തമ്മിലുള്ള ചർച്ചകൾക്കുള്ള അവസരമാണ്. ആ അവസരം ഉപയോഗിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ. അതിനൊന്നും ആരും തടസ്സം നിൽക്കുന്നില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും പ്രതിപക്ഷത്തിനുണ്ട്. അതിൽ ഭരണകക്ഷിക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. ആ നിലയിൽ ഇനിയുമുള്ള അടുത്ത 7-ാം തീയതി വരെ നടക്കുന്ന നിയമസഭയിൽ ഇനി വരുന്ന 3 ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളാണല്ലോ നടക്കാൻ പോകുന്നത്. ആ ചർച്ചകളിൽ അത് സംബന്ധമായ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരട്ടെ, അതിനൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തേണ്ട സൂചനകളെല്ലാം
അതിൽ നൽകിയിട്ടുണ്ട്. അതിനുശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ചർച്ചയ്ക്ക് ശേഷം ബഡ്ജറ്റ് വരും. ബഡ്ജറ്റിനെ കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കും. അതിനുശേഷം നാട്ടിൽ ജനങ്ങളുടെ മുമ്പിലേക്കാണല്ലോ, ജനകീയ കോടതിയിലേക്കാണല്ലോ എല്ലാവരും പോകുന്നത്. അതെല്ലാം ജനങ്ങൾ നിശ്ചയിക്കും, യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ. ശ്രീ ജ്യോതികുമാറിലേക്ക് പോവാണ്. ശ്രീ ജ്യോതികുമാർ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ കേരളത്തിൻ്റെ വികസനത്തിന് അനുയോജ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കാനുള്ള ഒരു സാഹചര്യം വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെ വലിച്ചു കീറും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. കാര്യം ലോക്സഭാ ഇലക്ഷൻ വന്ന് നിൽക്കുകയാണ് ഡോർ സ്റ്റെപ്പിൽ. അല്ല, അതിനെ വലിച്ചു കയറാൻ നമ്മളാരും മെനക്കെടണ്ട, അത് ജനങ്ങൾ വലിച്ചു കയറിക്കോളും. വലിച്ചു കയറാൻ കാത്തിരിക്കുകയാണ്. അതൊന്ന് സമയം കിട്ടിയാൽ മാത്രം മതി, അത് ജനങ്ങൾ കൈകാര്യം ചെയ്തോളൂ. അതിനെ നമ്മളാരും ബുദ്ധിമുട്ടണമെന്നില്ല. ഒന്ന്, രണ്ട്, അത് കാരണം അത്രത്തോളം അവർ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിരിക്കുന്നു. അതാണ് അല്ല, അങ്ങൊന്ന് വെയിറ്റ് ചെയ്യൂ. അങ്ങ് എന്നെ ഉപദേശിക്കാമെന്ന ആളല്ലേ, ഒന്ന് നിർത്തിയട്ടെ. അപ്പോൾ അങ്ങ് പറഞ്ഞു ഈ ആദിവാസി മേഖലയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുമെന്ന്. അങ്ങ് ആദ്യം ചെയ്യേണ്ടത്, ആദിവാസി യുവാവായിരുന്ന മധു പട്ടിണിക്ക് വേണ്ടി എന്തോ ഇതെടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തല്ലിക്കൊന്നു. ആ കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ പോലും സാമ്പത്തിക ബാധ്യത കൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന സർക്കാരാണിത്. ആദ്യം അതിലൊന്ന് വെക്കൂ നിങ്ങൾ, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ നിങ്ങൾ പറയുന്നു 4 മണിക്കൂർ കൊണ്ട് നല്ല മധുര മനോഹര രീതിയാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ. അങ്ങ് അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. നിങ്ങൾ നിർത്തിയാൽ മതി. ഞാൻ കൊല്ലം ബൈപ്പാസിനെ കുറിച്ചല്ല പറഞ്ഞേ. കൊല്ലം ബൈപ്പാസ് നിങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. അത് ഞാൻ വരാം, അതിലേക്ക് ഞാൻ വരാൻ പോകുന്നേ ഉള്ളൂ. കൊല്ലം ബൈപ്പാസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാമക്കാലയുടെ ചർച്ച എന്താണെന്ന് എനിക്കറിയാവുന്നത്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ തിരിച്ചൊരു അടുത്ത ചോദ്യം ചോദിക്കാം. ഇവിടെ നിങ്ങൾ പറയാൻ പോകുന്നു 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകാൻ വേണ്ടിയുള്ള എലിവേറ്റഡ് റെയിൽവേ പദ്ധതി വരാൻ പോകുന്നു. നല്ല കാര്യം, നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങളിവിടെ കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ റെയിലിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. അതിന്റെ പ്രോജക്റ്റിന് വേണ്ടി എവിടെയും പറഞ്ഞിട്ടില്ല 4 മണിക്കൂർ. എവിടെയും പറഞ്ഞിട്ടില്ല 4 മണിക്കൂർ. ഇവിടെയാണ് നിങ്ങൾ പച്ചക്കള്ളം പറയരുത്. എവിടെയാണ് 4 മണിക്കൂർ പറഞ്ഞത്? അനവസരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കരുത്. ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഇടപെടുന്നതിനകത്ത്? ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ തിരുത്തിക്കോളൂ. 4 മണിക്കൂർ ചോദ്യം ഞാൻ ചോദിക്കുന്നു. കള്ളം പറയരുത്. ഞാൻ നിർത്തുന്നത്. ഞാൻ കള്ളമാണോ സത്യമാണോ നിങ്ങൾ തീരുമാനിക്കേണ്ട, അത് ജനം തീരുമാനിച്ചോളും. ഇനി എന്റെ ചോദ്യം, നിങ്ങൾ ഈ മെട്രോ മാനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. എന്തിന്റെ പേരിലാണ് നിങ്ങൾ മോണോറെയിൽ മെട്രോ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച്, മോണോറെയിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് കോഴിക്കോടും തിരുവനന്തപുരത്തും പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങളുടെ പദ്ധതി എന്തായി? നിങ്ങൾ ഒരു ഇഞ്ച് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വേണ്ടേ നിങ്ങളുടെ എലിവേറ്റഡ് റെയിൽവേയെ കുറിച്ച് സംസാരിക്കാൻ? നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടോ? എന്തായി നിങ്ങളുടെ മോണോറെയിൽ? അദ്ദേഹത്തിന് മറുപടി അവസരം കൊടുക്കൂ. അത് കാരണം നിങ്ങൾ 2 UDF നേതാക്കന്മാർ ഇടത്തും വലത്തും വന്നതുകൊണ്ട് അദ്ദേഹത്തിന് സമയം കൊടുത്തേ വരൂ. ശ്രീ വരദരാജൻ, താങ്കൾക്ക് മറുപടി പറയാം. ഞാൻ അത് കഴിഞ്ഞ് ശ്രീ ജോണിലേക്ക് പോവാണ്. താങ്കൾക്ക് മറുപടി പറയാം. അല്ല, ഞാനത് ഇതിന് ചാമക്കാല മെട്രോ ശ്രീധരൻ പോയതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈ ചർച്ചയ്ക്കൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യങ്ങളില്ല. എന്തുകൊണ്ടാണ് ശ്രീധരൻ പോകേണ്ടി വന്നതോ അല്ലെങ്കിൽ പോയത് എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ ആളുകൾക്കറിയാം. അതുകൊണ്ട് ശ്രീധരൻ പോയതുകൊണ്ട് ഇനി ഈ നാട്ടിൽ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് ചർച്ച ചെയ്യാനും ഞാൻ തയ്യാറല്ല. ശ്രീധരനോട് വലിയ ബഹുമാനവും ആദരവത്തോടും കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു കാര്യത്തെ വളച്ചൊടിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ അത് നേരെ വായുവിലേക്ക് പോകുന്നതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തട്ടിവിട്ടിട്ട് രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിച്ച് ചർച്ചയ്ക്ക് വരരുത്. അത് ശരിയായ നിലപാടേ അല്ല. ശ്രീ വരദരാജൻ, സംശയം, ഈ ജ്യോതികുമാർ ചാമക്കാല കള്ളം പറയുന്നു എന്ന് താങ്കൾ പറയാൻ കാരണം എന്താണ്? ഓരോ കാര്യങ്ങൾ എടുത്തോളൂ. ചാമക്കാല ഇപ്രാവശ്യം ഇപ്പം മാത്രമല്ല, എപ്പോഴും ഇങ്ങനെ ചെറിച്ച് കള്ളക്കണക്കുകൾ ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം. ഒരു രക്ഷപ്പെടലും ഇല്ല. താങ്കൾ ഒരു സ്ഥലം പറയൂ, ഒരു ഉദാഹരണം പറയൂ. ജ്യോതികുമാർ ചാമക്കാല കള്ളം പറഞ്ഞ സ്ഥലം പറയൂ. 4 അല്ല 6 അല്ല 8 ആയിക്കോട്ടെ. ഞാൻ അതിനകത്ത് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. എലിവേറ്റഡ് റെയിൽവേയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എലിവേറ്റഡ് ട്രെയിനിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഞാൻ പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. എലിവേറ്റഡ് ട്രെയിനിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിവേഗ തീവണ്ടി ഗതാഗതം കൊണ്ടുവരാൻ 4 മണിക്കൂർ കൊണ്ടല്ല, ഇന്നുള്ളതിനേക്കാൾ സമയം കുറയ്ക്കാവുന്ന തരത്തിൽ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ മോണോ റെയിലിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശ്രീ ജ്യോതികുമാർ, ഞാൻ ഒന്ന് CP ജോണിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. CP ജോൺ, അതെല്ലാം പറഞ്ഞല്ലോ. മോണോ ട്രെയിനിനെ കുറിച്ചെല്ലാം ഉള്ള അഭിപ്രായങ്ങൾ അത് സാമ്പത്തികമായും മറ്റുമല്ല അനിവാര്യമായ ഒന്നാണെന്നുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറ്റൂ.
ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന താങ്കൾ വ്യക്തമായി കേട്ടല്ലോ. ശ്രീ പി ജോണിനെ കുറിച്ച് എന്താ അഭിപ്രായം? ശ്രീ വരദരാജൻ പറയുന്നത് ജ്യോതികുമാർ ഇറങ്ങുന്നതേ കള്ളം പറയാനാണെന്നാണ്, ഈ ചർച്ചയ്ക്ക് വരുന്നതേ കള്ളം. ശ്രീ സി പി ജോൺ, ഞാൻ ഇത്തരം ചർച്ചകളിലെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്താറില്ല. എന്നെ നിർബന്ധിക്കരുത്. ഇതിൽ പറഞ്ഞൊരു കാര്യം, എനിക്ക് വളരെ തിരക്കുണ്ട്, എനിക്കൊരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്. അതായത് ഇവിടെ അർദ്ധ ഹൈസ്പീഡ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈസ്പീഡ് ട്രെയിനിനേക്കാളും കുറഞ്ഞ ഹൈ സ്പീഡുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്ന ഹൈലൈറ്റ്സിൽ ഞാൻ വായിച്ചു. അത് 4.5 മണിക്കൂറിന് തന്നെയാണ് വായിച്ചത്. എനിക്ക് അതിശയം തോന്നി. അതില്ലെങ്കിൽ ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. ഞാനിവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ നോക്കിയ സമയത്ത് 4.5 മണിക്കൂർ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് എത്തുന്ന ട്രെയിൻ ഉണ്ടെന്നാണ് വായിച്ചത്. അതില്ലെങ്കിൽ വിരോധമില്ല. അങ്ങനെ ട്രെയിൻ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, മിക്ക രാജ്യങ്ങളിലും, ഏഷ്യയിൽ തന്നെ, ഇപ്പോൾ ചൈനയിലെല്ലാം 3000 കിലോമീറ്ററൊക്കെ ഉള്ള വലിയ ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിൻ വരുന്നതിന് ഞാൻ എതിരുമല്ല, ഞങ്ങളുടെ മുന്നണി എതിരല്ല. പക്ഷേ പ്രശ്നം, ഈ മുന്നണി, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2.5 വർഷമായിട്ട് അതിൻ്റെ സർവേ പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയണ്ടേ എന്ന രീതിയിൽ പറയുന്നതിന് അപ്പുറം ഈ ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പകുതിയിലേക്ക്, ഫുട്ബോളിൻ്റെ ഭാഷയിൽ പറഞ്ഞ രണ്ടാം പകുതിയിലേക്ക് നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഹൈസ്പീഡ് റെയിൽവേയെ കുറിച്ചൊക്കെ പറയുന്നത് ചെയ്യാനില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇവിടുത്തെ മെട്രോ റെയിലിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ലൈറ്റ് മെട്രോയുടെ കാര്യത്തിലും ഒക്കെ തന്നെ ഈ ഗവൺമെൻറ് വളരെ അലംഭാവമാണ് കാണിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ ഒരു കമ്മീഷൻ വെച്ചു. ഇവിടെ 4000 കോടിയിൽ 6000 കോടി അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പക്ഷേ അതിനെക്കുറിച്ച് ജുഡീഷ്യൽ എൻക്വയറി വന്നിട്ട് ആ റിപ്പോർട്ട് ഇതുവരെ മേശപ്പുറത്ത് വെച്ചില്ല, വയ്ക്കുമായിരിക്കും. ജുഡീഷ്യൽ കമ്മീഷൻ അത് തള്ളിക്കളഞ്ഞു എന്നാണ് കേട്ടത്. അതുകൊണ്ട് വൻകിട പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ UDFൻ്റെ നിഴലാവാൻ പോലും LDF ഗവൺമെൻറ്റിന് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇപ്പോൾ ബൈപ്പാസിൻ്റെ കാര്യം എന്നോട് ഇവിടെ ചർച്ച നടക്കുന്നുണ്ട് പറയുകയാണ്. ബൈപ്പാസിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും മോശമായി പ്രവർത്തിച്ചു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം 10-15 കൊല്ലമായിട്ട് 10-13 കിലോമീറ്റർ നീളമുള്ള 2 ബൈപ്പാസുകൾ നിർമ്മിച്ചു എന്നല്ല, നിർമ്മിക്കാതിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ഇനിയുള്ള കാലത്ത് അത്തരം കാലതാമസം ഉണ്ടാവാതിരിക്കുന്നത് നല്ലത് എന്ന് മാത്രമാണ് എൻ്റെ പ്ലാനിംഗ് ബോർഡിലേക്കുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിലുപരി ഒരു യാത്രക്കാരെന്നുള്ള അർത്ഥത്തിലും എൻ്റെ അഭിപ്രായം. അതിരിക്കട്ടെ, എന്തായാലും ശരി, ഇനിയുള്ള കാലത്ത് എന്തൊക്കെ പദ്ധതികൾ തറക്കല്ലിടും, അതിൻ്റെ മൈൽ സ്റ്റോൺസ് എന്ന് പറയുമല്ലോ വികസനത്തിൽ, ആ മൈൽ സ്റ്റോൺസ് എന്താണ്, ഇതുവരെ നടന്നു വന്ന മൈൽ സ്റ്റോൺ എന്തൊക്കെ നേടി എന്ന് ചോദിക്കുമ്പോൾ ഗൗരവമായ ഒരു പദ്ധതിയുടെയും ആരംഭം കുറിക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചില്ല എന്ന ഒരു ആത്മവിലാപമായിരുന്നു ഈ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുക. നന്ദി സി പി ജോൺ. ശ്രീ ജ്യോതികുമാർ, അതായത് ശ്രീ വരദരാജൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതായത് താങ്കളുടെ കണക്കുകളൊന്നും സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം താങ്കൾ ഈ ചർച്ചകളിലൊക്കെ കള്ളം പറയാനായിട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്ന ആരോപണത്തിന് അടിസ്ഥാനമെന്ന് എനിക്ക് തോന്നുന്നു. അത് പോകട്ടെ, അത് വ്യക്തിപരമായൊരു പരാമർശമാണ്. ശ്രീ വരദരാജൻ തന്നെ ചിരിക്കുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ. അപ്പോൾ ശ്രീ ജ്യോതികുമാർ, അതേ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞാൽ ക്രിയാത്മകമായ ഒരു ചർച്ച നിയമസഭയിൽ നടക്കും. ഒരുപക്ഷെ നിങ്ങൾക്കൊരു വലിയ വേദി കിട്ടാൻ പോവുകയാണ്. ഈ സർക്കാർ പരാജയപ്പെട്ട സ്ഥലങ്ങളൊക്കെ എണ്ണി പറയുവാനും ഈ നാട്ടിൽ പുനർനിർമ്മാണത്തിന് ബാക്കി വെച്ച പണം എങ്ങനെ ചെലവഴിച്ചു എന്നും എവിടെ നിന്നൊക്കെ പണം കിട്ടിയെന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് അവസരം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ അവസരം കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെ സൃഷ്ടിപരമായി ഉപയോഗിക്കും എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അല്ല, ഞങ്ങളുടെ ആവനാഴിയിൽ ആവശ്യത്തിലധികം ആയുധങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് തന്നെ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആവലാതിക്കാരെ സമീപിച്ചിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് നിരന്തരമായി അവരുമായി സംവദിക്കുകയും അവരിൽ നിന്ന് പെറ്റീഷൻസ് മേടിക്കുകയും അത് അദ്ദേഹത്തിന് പരിഹരിക്കാനൊന്നും കഴിയില്ല, സർക്കാരിനെ പരിഹരിക്കാൻ കഴിയും. പക്ഷേ സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു പരിതാപകരമായ അവസ്ഥയാണ് ഒന്ന്. രണ്ട്, എനിക്ക് അതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ അസംബ്ലിയിൽ വരികയും ഇതിന് മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും അതെല്ലാം അവിടെ നന്നായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളൊരു തർക്കവും വേണ്ട. പിന്നെ ശ്രീ വരദരാജൻ പറയുന്നത് ഞാൻ കള്ളക്കണക്കുകൾ പറയുന്നു എന്നാണ്. ഏത് വിഷയത്തിലാണ് അങ്ങ് ഞാൻ പറയണം ഞാൻ കള്ളക്കണക്ക് പറഞ്ഞതെന്ന്? ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വനിതാ മതിലിൻ്റെ എണ്ണം നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആദ്യ ദിവസം തന്നെ പറഞ്ഞു 55 ലക്ഷം പേർന്ന്. അന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞു ഇതിനകത്ത് 12 ലക്ഷം പേര് കൂടുതലില്ല. അത് അല്ല, നിങ്ങൾക്ക് കഴിയില്ല.
അല്ല നിങ്ങളുമായിട്ട് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ശ്രീകണ്ഠൻ ചേട്ടനാണ്. പക്ഷേ അത് നിൽക്കട്ടെ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളത് എന്നിട്ട് നിങ്ങൾ ഇന്ന് ഗവർണറെ കൊണ്ട് 50 ലക്ഷം ഒന്ന് പറയിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഒന്ന്. രണ്ട്, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ആ കണക്കിൽ ജ്യോതികുമാർ, ഞാൻ ചോദിക്കുന്നത് ആ കണക്കിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നിരുന്നാൽ ഞാൻ ഒരു താല്പര്യ അനുസരണമായി പറയുകയാണ്. അതായത് നിങ്ങൾ കുറച്ചുകൂടി ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് ഈ വനിതാ മതിലിന്റെ നീളം അളക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചുകൂടായിരുന്നു? നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് സമയം പന്തലും പൊളിച്ച് ഒക്കെ പോയി കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് 12 ലക്ഷം ആൾക്കാരെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കൂ? അതല്ലേ? ഞാൻ അതിലേക്കാ വരുന്നത്. അപ്പൊ ആരാണ് കള്ളം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞേ? അപ്പൊ ആരാ കള്ളം പറഞ്ഞിരിക്കുന്നത്? വരദരാജനും അദ്ദേഹത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രിയാ പറഞ്ഞിരിക്കുന്നത് 50 ലക്ഷം പേരെന്ന്. എന്ത് കള്ളത്തരമായി പൊതുജനങ്ങളോട് വിളിച്ചു പറയുന്നത്? ഞങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ, ഞാൻ അദ്ദേഹത്തോട് 3-4 കാര്യങ്ങൾ ചോദിച്ചു. ഇതെല്ലാം ഞാൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ നയപ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്രാവശ്യത്തെ നയപ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇത് അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ അത് കമ്പ്യൂട്ടറിൽ ഇട്ടിരിക്കുക. അതിനകത്ത് ചില വാചകങ്ങൾ മാത്രം മാറ്റിയെടുത്ത് പ്രിന്റ് എടുത്താൽ ഇതിപ്പോൾ പുതിയ നയപ്രഖ്യാപനമാവും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ താങ്കളോട്. ഇവിടെ നമുക്കറിയാം 2016 അധികാരത്തിൽ വന്ന സർക്കാരാണ്. ഇപ്പോൾ 2019 ഇനി 2020 ഒരു നയപ്രഖ്യാപനം കൂടിയേ ഈ സർക്കാരിന് ഉണ്ടാവുകയുള്ളൂ. 2021 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇലക്ഷനിലേക്ക് എത്തുകയാണ് ആണല്ലോ. 4 വർഷത്തെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള നയപ്രഖ്യാപനമാണ്. 4ാമത്തെ വർഷത്തെ പദ്ധതികളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത ഒരു ഫൈനാൻഷ്യൽ ഇയർ മാത്രമാണ് ഈ സർക്കാരിന് കിട്ടുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇന്നിപ്പോൾ കൊല്ലം ബൈപ്പാസിനെ കുറിച്ച് നിങ്ങൾ വീരവാദം ഉയർത്തുന്നു, പിന്നെ കണ്ണൂർ വിമാനത്താവളത്തെക്കുറിച്ച് നിങ്ങൾ വീരവാദം ഉയർത്തുന്നു. ആയിക്കോളൂ, നിങ്ങൾ അതെല്ലാം ഏറ്റുള്ളൂ. പക്ഷേ കൊല്ലം ബൈപ്പാസിനെ കുറിച്ച് ഒരു വാചകം ശ്രീ CP ജോൺ പറഞ്ഞിട്ട് പോയതുകൊണ്ട് ഞാൻ ഒരു വാചകം പറഞ്ഞ് നിർത്താം. അത് ആ ബൈപ്പാസ് NHAയിൽ നിന്ന് മാറിയതിനു ശേഷം അത് പണി മുടങ്ങിക്കിടന്നതാണ്. അത് 50-50 റേഷ്യോയിൽ ചെയ്യാമെന്ന് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചത് ഉമ്മൻചാണ്ടി സാറാണ്. അതിനുശേഷം ടെൻഡർ ചെയ്യുന്നവരെപ്പോൾ നടപടിക്രമങ്ങളുണ്ടായി. പക്ഷേ അതിനിടയ്ക്ക് വെച്ച് ടെൻഡർ എക്സസൈസ് അതിനും പെർമിഷൻ മേടിച്ച് 9 മാസം കൊണ്ട് 30% വർക്കും തീർത്തിട്ടാണ് 30 മാസത്തെ വർക്ക് ബാക്കി വെച്ചിട്ട് പോയത്. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെയും പിതൃത്വം അവർ ഏറ്റെടുക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ ഈ 4ാമത്തെ വർഷത്തേക്ക് കിടക്കുന്നു. നിങ്ങൾക്ക് ഒരു നല്ല പ്രോജക്റ്റ്, ഞങ്ങളുടേതായി ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ഇതാണെന്ന് ഇന്ന് വരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഞങ്ങളെ സംബന്ധിച്ച് വിഴിഞ്ഞം, ഞങ്ങളെ സംബന്ധിച്ച് കൊച്ചി മെട്രോ, ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ സ്മാർട്ട് സിറ്റി, കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ, ആലപ്പുഴയിലെയും കൊല്ലത്തെയും ബൈപ്പാസിന്റെ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ മുടങ്ങി എത്രയോ വർഷമായി. മലയോര ഹൈവേ അതെ ആയിക്കോട്ടെ. പക്ഷേ അവിടെയാണ് അവർ കള്ളത്തരം എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പം മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് സംസ്ഥാനത്തെ വികസന പദ്ധതികളുടെ പിതൃത്വം മുഴുവൻ നിങ്ങൾ ഏറ്റെടുത്ത് അവരെ ഇങ്ങനെ വഴിയാധാരമാക്കരുത്. അല്ല, അവർക്ക് പുതിയ പദ്ധതി പറയട്ടെ, ഒറ്റ പദ്ധതി പറയട്ടെ. അല്ല, ഞാനതാ പറഞ്ഞത്. അല്ല, ഇതാണ് ഈ ഓരോ പദ്ധതികൾ ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് പൂർത്തിയാവണമെന്നില്ല. അപ്പോൾ ഗെയിൽ പദ്ധതി തന്നെ നടക്കത്തില്ല എന്നെല്ലാവരും പറഞ്ഞിരുന്ന, എത്രയോ വർഷക്കാലമായി എല്ലാവരും ഉപേക്ഷിച്ചിരുന്ന ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഈ ഗവൺമെൻറ് വ്യക്തമാക്കി. അതേപോലെ തന്നെ മലയോര പിന്നെ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രോജക്റ്റുകളും പദ്ധതികളും ഒട്ടേറെ പഠനങ്ങൾ നടത്തി ആളുകൾ പ്രഖ്യാപിക്കുകയും ഗവൺമെൻറ്റിൻ്റെതായ പ്രഖ്യാപനങ്ങൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണല്ലോ ഓരോ ഗവൺമെൻറ്റുകൾ. പക്ഷേ ഇതാരാണ് വേഗതയിൽ നടപ്പാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കിയത് എന്ന പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾക്ക് പുതിയ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ ഈ ഭരണം പരാജയമായിരുന്നു എന്നെല്ലാം ഉള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ. നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പാകെ പറയാം. ഞാനതല്ലേ പറഞ്ഞു, നിയമസഭാ സമ്മേളനം തുടരുകയല്ലേ, നിങ്ങൾ പറയൂ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞത് ഒന്നുമല്ല നടന്നത്, ഒന്നും നടന്നില്ല എന്ന് രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ, പറയൂ. ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഈ ഒത്തിരി പദ്ധതികളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ് പദ്ധതിക്ക് തറക്കല്ലിട്ട നമ്മൾ എത്രയോ കല്ലുകൾക്ക് മാല ചാർത്തുകയും റീത്ത് വയ്ക്കുകയും ചെയ്ത നാടാണ് ഈ നാട്. അതുകൊണ്ട് ഞങ്ങൾ കല്ലിട്ടത് കൊണ്ടെല്ലാം അതെല്ലാം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ എത്രയോ കല്ലുകൾക്ക് റീത്ത് വെച്ചവരാണ് നമ്മൾ. എത്രയോ കല്ലുകൾക്ക് മാറി മാറി രീതി വെച്ച് സമരം ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ. 42 വർഷമായി മുടങ്ങിക്കിടന്ന ഒരു പിന്നെ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് എപ്പോഴാണെന്ന് പറയാനുള്ള അവകാശം പൂർത്തീകരിച്ചവർ 42 വർഷക്കാലത്തിന് മുമ്പ് ഞങ്ങളൊരു അന്നത്തെ ആരെങ്കിലും പറഞ്ഞാൽ മതിയോ? ശ്രീ വരദരാജൻ, ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചെന്നറിയില്ല. അവരുടെ ആവനാഴിയിൽ ആയുധങ്ങൾ വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ചർച്ചകൾ നിയമസഭയിൽ നടക്കുമ്പോൾ ഓരോരോ ആയുധമായി അവർ പുറത്തെടുക്കുമെന്ന ഒരു സൂചനയാണ് തന്നത്. ഈ ആയുധങ്ങളെ എങ്ങനെ നേരിടാനാണ് നിങ്ങൾ പാറ്റൻ ടാങ്ക് വെച്ച് നേരിടാനുള്ള പരിപാടി നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്.
ചാമക്കാലയുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ UDF-ന്റെ കയ്യിൽ, അത് CP ജോൺ പറഞ്ഞല്ലോ, CP ജോൺ ഇതിനെയെല്ലാം എതിർത്താൽ ഭരണകക്ഷിയായി പോകും എന്ന് പറയുന്നത് പോലെ ചാമക്കാലയ്ക്ക് ആയുധങ്ങൾ കൊണ്ടും നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും UDF-ഉം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ആയുധം എഴുതിവിടട്ടെ. അതെങ്ങനെയാണ് ചെന്ന് പതിക്കുന്നത്, ആരുടെ ദേഹത്താണ് ചെന്ന് പതിക്കാൻ പോകുന്നത്, അത് ആർക്കാണ് ദോഷകരമായി ഭവിക്കാൻ പോകുന്നത് എന്ന് ഈ വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാകും. ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പിൽ ഞങ്ങളെ പാഠം പഠിപ്പിക്കാൻ ആളുകൾ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ശബരിമല പ്രശ്നം കത്തി നിന്ന സമയത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പോലും ആരുടെ കൂടെയാണ് ജനങ്ങൾ നിന്നത് എന്നുള്ളതെല്ലാം ജനവിധി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങളൊന്നും പറയേണ്ട, ജനവിധി വരട്ടെ. ജനവിധിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിക്കേണ്ട അവസരമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ അതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു. അതാ പറഞ്ഞേ, ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കട്ടെ. അത് ആരുടെ മേലാണ് പതിക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ പേടിയില്ല. ഞങ്ങൾക്ക് ആ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നവർക്ക് അതെങ്ങനെയാണ് അത് പതിക്കാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കും. നിയമസഭയിൽ അവർ പറയട്ടെ, അവർ ജനങ്ങളോട് ആയുധങ്ങൾ ഇഷ്ടം പോലെ കരുതി വെച്ചിരിക്കുകയാണ് ആവനാഴിയിൽ എന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് നിയമസഭയിൽ എങ്ങാനും ചീറ്റിപ്പോയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒരു സംശയവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ വരദരാജന്റെ ചിരി പാർലമെന്റിന്റെ റിസൾട്ട് വരുമ്പോഴും ഉണ്ടാകണം, ആ മുഖത്ത് ഉണ്ടാകണമെന്ന് മാത്രമേ അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ഒന്ന്. രണ്ട്, അങ്ങ് പറഞ്ഞു കഴിഞ്ഞ ലോക്കൽ ഒന്ന് തീരട്ടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കണ്ട 2-3 സീറ്റുകൾ ജയിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. തീരട്ടെ ഞാൻ സമയം തരാം. 87 തുടങ്ങിയ ഒരു ക്യാബിനറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. 91 നിങ്ങളെ ലോക്കൽ ബോഡിയിൽ ജയിച്ചതിന്റെ പേരിൽ പിരിച്ചുവിട്ടിട്ട് ഒരു വർഷം കൂടി അവശേഷിക്കാതെ പിരിച്ചുവിട്ടിട്ട് വീണ്ടും നിയമസഭയിലേക്ക് ഇലക്ഷൻ നടത്തിയ ഒരു മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് മറന്നു പോകരുതെന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം ജനങ്ങളുടെ വികാരം എന്താണെന്ന്. താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ശ്രീ വരദരാജന്റെ മുഖത്ത് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ട് ഇന്ന്. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ വസ്തുതാപരമായി കാണേണ്ടത് രാജീവ് ഗാന്ധിയുടെ ദാരുണമായ അല്ല, അതാണ് നിങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. ആ പൊരുത്തപ്പെടുമ്പോഴേക്കും ശ്രീ വരദരാജനെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹം ഒരുപാട് താമസിച്ചു പോകും. അതിന് പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് തൽക്കാലം അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നതിലേക്ക് ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ആയുധങ്ങൾ രാഗി കൂർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിയമസഭയുടെ തട്ടകത്തിൽ പരിശോധിക്കപ്പെടാൻ പോവുകയാണ്. ഒരുപക്ഷെ ജനങ്ങളും കൂടി ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ശ്രീ വരദരാജൻ, ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും ആക്രോശങ്ങളെയും ഈ ആയുധങ്ങളെയും ഒക്കെ എങ്ങനെ നേരിടാനാണ് ഒറ്റ വാചകത്തിലോ 2 വാചകത്തിലോ പറഞ്ഞാൽ താങ്കൾ അഭിപ്രായപ്പെടുക? അല്ല, ഞങ്ങൾക്ക് വളരെ വിശ്വാസത്തോടെയാണ്, അഭിമാനത്തോടെയാണ് ഞങ്ങൾ ജനങ്ങളെ നേരിടാൻ പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ നാട്ടിൽ ഇപ്പോൾ തന്നെ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് വന്നല്ലോ, ഒരു വർഗീയ കലാപവും ഉണ്ടാകാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളം. ഒരു തരത്തിലുള്ള സംഘർഷങ്ങളില്ലാത്ത ഒരു സംസ്ഥാനം കേരളമാണ്. ഇപ്പൊ നടന്നത് വർഗീയ കലാപം. അതാണ് ഞാൻ പറയുന്നത്, ചാമക്കാലയ്ക്ക് കാര്യങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ അത് വർഗീയ കലാപമാക്കാൻ നടത്തിയ ശ്രമങ്ങളെ എല്ലാവരും കൂടി ചേർന്നാണ് തടസ്സപ്പെടുത്തിയത്. നിങ്ങൾക്ക് വർഗീയ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഈ സർക്കാരാണ്. ഇവിടെ സംഘപരിവാറും ചേർന്നുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് കേരളത്തിലെ ജനങ്ങൾ മര്യാദക്കാരായതുകൊണ്ടും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന വർഗീയ കലാപം അല്ലാതായി പോയി. അതാണ് പ്രശ്നം. നിങ്ങൾ ഒരുപാട് മോഹിച്ചില്ല, അതാണ് പ്രശ്നം.
ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിവിടെ നടന്നില്ല, അതിവിടെ നടക്കുകയില്ല. ശ്രീ വരദരാജൻ, എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയുടെ ഇനി ബാക്കി ഭാഗം നമുക്ക് കോൺഗ്രസിലെ വർഗീയ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ കുറിച്ച് അത് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം ഉത്തരവാദി. ഇത്രയും വർഗീയ കലാപം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മിസ്റ്റർ വരദരാജൻ. കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾക്ക് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സംഘപരിവാറിന് മാത്രമല്ല, കോൺഗ്രസിലെ ഒരു വിഭാഗം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അത് നടന്നില്ല കേരളത്തിൽ, അത് നടക്കുകയുമില്ല കേരളത്തിൽ. ഇനി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇതിന്റെ ബാക്കി നമുക്ക് നിയമസഭയിലേക്ക് മാറ്റാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ വരദരാജൻ, ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ വരദരാജൻ, അതേപോലെ ശ്രീ CP ജോൺ, 3 പേർക്കും എൻ്റെ നന്ദി. ഇനി നിയമസഭയുടെ അകത്താണ് ചർച്ചകൾ ബാക്കി നടക്കാൻ പോകുന്നത്. ക്രിയാത്മകമായ ചർച്ചകൾ നടക്കട്ടെ, അത് ജനങ്ങൾ ശ്രദ്ധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റു വിഷയമായി ഇനി അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ. You are watching 24 from News Headquarters, Kochi.